നമസ്കാരം, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. KSEB വർക്കർ അല്ലെങ്കിൽ മസ്ദൂർ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. നോട്ടിഫിക്കേഷൻ എന്നാണ് വരുന്നത്, ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക, എന്താണ് യോഗ്യത, എപ്പോഴാണ് പരീക്ഷ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്, എത്ര വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്, ഏത് സിലബസ് വെച്ച് പഠിച്ചു തുടങ്ങണം, ആരൊക്കെ പഠിച്ചു തുടങ്ങണം, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നിങ്ങളിപ്പോൾ നേരിടുന്നുണ്ടാവും. നമുക്ക് ഓരോന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോയിൽ നമുക്കൊന്ന് പരിശോധിക്കാം. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ നോട്ടിഫിക്കേഷൻ വിളിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല വേക്കൻസികൾ, ഒരു ബൾക്ക് വേക്കൻസി തന്നെ വരുന്ന ഒരു പോസ്റ്റാണ് KSEB വർക്കർ അല്ലെങ്കിൽ മസ്ദൂർ നോട്ടിഫിക്കേഷൻ. നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം. അപ്പോൾ അറിയേണ്ട മുഴുവൻ കാര്യങ്ങളിൽ നമ്മൾ നോക്കാൻ പോകുന്നത്, ഒന്ന്, നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് വരാൻ പോകുന്നത്. രണ്ട്, ഇത് ജില്ലാതല നിയമനമാണോ അല്ലെങ്കിൽ സംസ്ഥാന തല നിയമനമാണോ. ഇനിയും ഇതിന്റെ യോഗ്യത എന്താണ്, ഒഴിവുകൾ എത്രയുണ്ട്, അതേപോലെ തന്നെ വനിതകൾക്ക് അപേക്ഷിക്കാൻ പറ്റുമോ, ഇതൊക്കെ നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ എപ്പോൾ വരുമെന്നുള്ളത് നോക്കാം. മക്കളെ, ഇത് കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ 20/4/2025 അവർ പുറത്തുവിട്ടിട്ടുള്ള ഒരു പത്രക്കുറിപ്പാണ്. ഈ പത്രക്കുറിപ്പിൽ ഇങ്ങനെ പറയുന്നത് കണ്ടോ: KSEBയിൽ ഇലക്ട്രിസിറ്റി വർക്കർ ഉൾപ്പെടെ വിവിധ തസ്തികകളിലേക്കുള്ള വിജ്ഞാപനം പ്രസിദ്ധീകരിക്കും. ഇത് ഒരു ജനറൽ റിക്രൂട്ട്മെന്റ് ആണ്, ജില്ലാതല റിക്രൂട്ട്മെന്റ് ആണ്. അപ്പൊ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് ജില്ലാതല റിക്രൂട്ട്മെന്റ് ആണ്, സംസ്ഥാന തലമല്ല. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ 14 ജില്ലകളിലേക്കും സെപ്പറേറ്റ് ആയിട്ട് അപേക്ഷിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ നമ്മുടെ ജില്ല ഏതാണോ ആ ജില്ലയിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു പോസ്റ്റാണ് KSEBയുടെ വർക്കർ പോസ്റ്റ്. വിവിധ ജില്ലകളിൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിൽ ഇലക്ട്രിസിറ്റി വർക്കർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് അപേക്ഷ വരാൻ പോകുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഇനി എന്നാണ് വരിക എന്നുള്ളതാണ് സംശയം. ഇവിടെ കിടക്കുന്നത് കണ്ടോ: അസാധാരണ ഗസറ്റ് തീയതി 30/4/2026, അതായത് ഈ മാസം ഏപ്രിൽ മാസം 30-ാം തീയതിയാണ് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുൻപ്, അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇനി പറയാൻ പോകുന്ന മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുക. അവസാനം വരെ ഈ ഒരു വീഡിയോ കാണാനും ശ്രമിക്കാം. ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോടാ. നിങ്ങൾ അറിയാതെ ഒരു പ്രധാനപ്പെട്ട PSC ഇൻഫർമേഷനും നിങ്ങളെ വിട്ടുപോകില്ല. നോക്കിയാൽ മക്കളെ, 30/4/2026 നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതിയായി പറയുന്നത് 3/6/2026 ജൂൺ മാസം 3-ാം തീയതി വരെയാണ് അപ്ലൈ ചെയ്യാനായിട്ട് വരിക. അപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് അത്യാവശ്യം സമയമുണ്ട്. 30/4/2026 നോട്ടിഫിക്കേഷൻ വരുന്നു, 3/6/2026 വരെയാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ നമുക്ക് 30-ാം തീയതി നോട്ടിഫിക്കേഷനിൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റും. ശരി, അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ എപ്പോൾ വരുമെന്നുള്ള ചർച്ച കഴിഞ്ഞു. ഇനിയും നമുക്ക് അറിയേണ്ടത്, ഇത് ജില്ലാതല നിയമനമാണോ. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതൊരു ജില്ലാതല നിയമനമാണ്. 14 ജില്ലകളിലേക്കാണ് നോട്ടിഫിക്കേഷൻ വരിക. അപ്പോൾ പിന്നീട് എന്താ അറിയേണ്ടത്, ഇതിന്റെ യോഗ്യത എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ്. ഇത് കണ്ടോ മക്കളെ, ഇത് നമ്മുടെ തൊഴിൽ വീതിയിൽ വന്നിട്ടുള്ള ഒരു വാർത്തയായിരുന്നു. ഇലക്ട്രിസിറ്റി വർക്കർ അല്ലെങ്കിൽ മസ്ദൂർ എന്ന് പറയുന്ന പോസ്റ്റാണ്. 15 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് വിളിക്കുന്നത്. 15 വർഷത്തിന് ശേഷം ഇങ്ങനെ ഒരു അതായത് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് 2011-ലാണ്. 2011 വിളിച്ച നോട്ടിഫിക്കേഷന് ശേഷം 2026 പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നത്. അതായത് 15 വർഷങ്ങൾ കഴിഞ്ഞു ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വരാനായിട്ട്. നിലവിൽ 985 ഒഴിവുകളാണ് കിടക്കുന്നത്. നിലവിൽ കിടക്കുന്ന 985 ഒഴിവുകളാണ്. ഈ 985 ഒഴിവിന്റെ സ്പ്ലിറ്റ് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇതൊരു 2000+ വേക്കൻസികളിലേക്ക് പോകുമെന്നുള്ളതാണ് ഔദ്യോഗികമായി നമുക്ക് അറിയാൻ കഴിയുന്നത്. 2000-ലധികം വേക്കൻസികളിലേക്ക് 3 വർഷത്തിനുള്ളിൽ പോകാനുള്ള സാധ്യതയുണ്ട്. ഇനിയും ഇതിന്റെ മറ്റൊരു പ്രത്യേകത, ഇത് പുരുഷന്മാർക്ക് മാത്രമായിരുന്നു കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വരെ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുമായിരുന്നത്. പക്ഷേ ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം വനിതകൾക്കും അപ്ലൈ ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പുരുഷന്മാർക്കും വനിതകൾക്കും ഒരേപോലെ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന, പുരുഷന്മാർക്കും വനിതകൾക്കും ഒരേപോലെ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു പോസ്റ്റ് ആയിരിക്കും KSEB വർക്കർ അല്ലെങ്കിൽ മസ്ദൂർ എന്ന് പറയുന്ന പോസ്റ്റ്. മക്കളെ, ഇതിനകത്തിൽ കണ്ടോ, ഇതിനകത്ത് കൃത്യമായിട്ട് യോഗ്യത പറയുന്നുണ്ട്. ഇതുവരെ യോഗ്യത SSLC ആയിരുന്നു. SSLC ഉള്ള ഒരാൾക്ക് KSEB വർക്കർ അല്ലെങ്കിൽ മസ്ദൂർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇനിയും എന്താണ് യോഗ്യത നോക്കിയ മക്കളെ, കൃത്യമായിട്ട് പറയുന്നുണ്ട്. യോഗ്യത ഭേദഗതി ചെയ്തിട്ടുണ്ട്. 2025 നവംബറിലാണ് KSEB വർക്കർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള യോഗ്യത ഭേദഗതി ചെയ്തിട്ട് ഇങ്ങനെ വന്നു: 10-ാം ക്ലാസ് ജയം. 10-ാം ക്ലാസ് ആണ്, 10-ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ വേണം. അതുകൂടാതെ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ വയർമാൻ ട്രേഡിൽ 2 വർഷത്തെ നാഷണൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ട്രേഡ് സർട്ടിഫിക്കറ്റ് വേണം. ഓക്കെ, അപ്പൊ എന്താണ് യോഗ്യതയായിട്ട് പറയുന്നത്? ഒന്ന്, SSLC ആണ്, കുഴപ്പമില്ല, SSLC ഉള്ള ആൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ അയാൾക്ക് 2 വർഷത്തെ ഒന്നെങ്കിൽ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വയർമാൻ
ഈ 2 പോസ്റ്റുകളിലുള്ള 2 വർഷത്തെ നാഷണൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് സർട്ടിഫിക്കറ്റ് ITC ITIയിലൊക്കെ പഠിച്ച കുട്ടികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ കഴിയും, അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുമെന്നുള്ളത് ഓർത്തു വെക്കാം. ഇനിയും ചില മാനദണ്ഡങ്ങൾ കൂടി പറയുന്നുണ്ട്. മുൻപ് വനിതകൾക്ക് പറ്റില്ലായിരുന്നു, അപ്പോൾ ഇപ്പോൾ വനിതകൾക്കും എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷിക്കാനായിട്ട് പറ്റും. ചില മാനദണ്ഡം കൂടി പറയുന്നുണ്ട്. ഇതിന് ഉയരമായിട്ട് വനിതകൾക്ക് വേണ്ടത്, പുരുഷന്മാർക്ക് വേണ്ടത് 157.48 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഒരാൾക്ക് 157.48 സെന്റിമീറ്റർ ഉയരമുണ്ട് എങ്കിൽ, പുരുഷന്മാർക്ക് ഉയരമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ ഒരു പ്രശ്നമില്ല. ഇനി വനിതകളാണെങ്കിലോ, 144.78 സെന്റിമീറ്റർ 144.78 സെന്റിമീറ്റർ ഉള്ള വനിതകൾക്കും എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ പുരുഷന്മാരുടെ ഹൈറ്റ് ഓർത്ത് വെച്ചോണേടാ, 157.48 സെന്റിമീറ്ററിൽ കൂടുതൽ ഉയരമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനിയും സ്ത്രീകളാണെങ്കിൽ 144.78 സെന്റിമീറ്റർ ഉയരമുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഇനി നോക്കിയേ, നല്ല കാഴ്ചശക്തി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. നല്ല കാഴ്ചശക്തി ഉണ്ടായിരിക്കണം, അതായത് വർണ്ണാന്ധത എന്ന് പറയുന്ന അസുഖം ഉണ്ടാവാൻ പാടില്ല. 6/6 വിഷൻ ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ശാരീരിക ക്ഷമത, മറ്റു ജോലികൾ, പുറത്തൊക്കെ പോയി ജോലി ചെയ്യാനുള്ള ശാരീരിക ക്ഷമത കൂടിയുള്ള ആളുകൾക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇനി സൈക്കിൾ സവാരി നേരത്തെ വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു, സൈക്കിൾ ചവിട്ടാൻ അറിഞ്ഞിരിക്കണം. ഇപ്പോഴത്തെ നോട്ടിഫിക്കേഷനിൽ അങ്ങനെ ഉണ്ടാവാനായിട്ട് സാധ്യതയില്ല. പുതുക്കിയ നോട്ടിഫിക്കേഷനിൽ, പുതുക്കിയ യോഗ്യതയിൽ സൈക്കിൾ സവാരി പറയുന്നില്ല എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഓർത്തു വെച്ചേക്കാം. ഇനി നിങ്ങൾക്ക് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. ആ ഫിസിക്കൽ എക്സാമിനേഷൻ പോൾ ക്ലൈംബിംഗ് ആണ്. പോൾ ക്ലൈംബിംഗ് എന്താ? പോൾ ക്ലൈംബിംഗ് അതായത് പോസ്റ്റിൽ എന്ത് ചെയ്യാൻ കഴിയണം, കയറാൻ കഴിയണം. ഒരു പോസ്റ്റിൽ കയറി കാണിക്കേണ്ടി വരും. അപ്പൊ അതിന് പറയുന്നത് ഇങ്ങനെയാണ്: ഫീൽഡ് തലത്തിൽ ഒരു പോസ്റ്റിൽ കയറി ചെയ്യേണ്ട ജോലികൾ ഉള്ളത് കൊണ്ട് ഈ തസ്തികയുടെ അടുത്ത പ്രൊമോഷൻ ലെവൽ ലൈൻമാൻ തസ്തിക ആയതുകൊണ്ടും പോസ്റ്റിൽ കയറാനുള്ള ശേഷി വളരെ അത്യാവശ്യമാണ്. അതായത് നിങ്ങൾക്കിപ്പം വർക്കർ എന്ന് പറയുന്ന പോസ്റ്റിലാണ് നിയമനം കിട്ടുക, പക്ഷെ ഇത് കഴിഞ്ഞ് പ്രൊമോഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആ പ്രൊമോഷനിലൂടെ ലൈൻമാൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് എന്ത് ചെയ്യാം, പ്രൊമോഷൻ കിട്ടിക്കയറാം. അപ്പൊ സ്വാഭാവികമായിട്ടും പോസ്റ്റിൽ കയറാനായിട്ടുള്ള ഒരു യോഗ്യത നിങ്ങൾ പാസ്സായിരിക്കണം. അപ്പൊ അതിന് പറയുന്നത് 9 മീറ്റർ നീളമുള്ള ഒരു ഇലക്ട്രിക് പോസ്റ്റ് 8 മിനിറ്റ് കൊണ്ട് കയറാൻ പറ്റണം. 9 മീറ്റർ ഉള്ള ഒരു ഇലക്ട്രിക് പോസ്റ്റ് 8 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റണം, കയറാനായിട്ട് പറ്റണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇതും കൂടി കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. വനിതകൾക്ക് ഇതിൽ ഇളവുണ്ടോ എന്ന് വിജ്ഞാപനം വന്നാൽ മാത്രമേ അറിയുള്ളൂ. കാരണം വനിതകളുടെ കാര്യം അവിടെ പറയുന്നില്ല. 9 മീറ്റർ നീളമുള്ള ഒരു പോസ്റ്റ് 8 മിനിറ്റ് കൊണ്ട് കയറണം. അത് വനിതകൾ കയറണോ പുരുഷന്മാർ കയറണോ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അതും എന്താണ്, ഒരു സാധ്യതയാണ്. നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം അത് കൂടുതൽ അറിയാൻ പറ്റും. അപ്പൊ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. 985 വേക്കൻസി ഉണ്ട്. വനിതകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും, പുരുഷന്മാർക്കും വനിതകൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും. യോഗ്യതയായിട്ട് പറയുന്നത് SSLC പ്ലസ് 2 വർഷത്തെ നാഷണൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് വയർമാന്റെയോ അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രിക്കലോ പഠിച്ചിട്ടുള്ള ട്രേഡ് ആണ് വേണ്ടത്. ഇനി പുരുഷന്മാരാണെങ്കിൽ 157.48 സെന്റിമീറ്റർ ഉയരം വേണം. സ്ത്രീകളാണെങ്കിൽ 144.78 സെന്റിമീറ്റർ നീളം അല്ലെങ്കിൽ ഉയരമാണ് വേണ്ടത്. വർണ്ണാന്ധതയോ കാഴ്ചയിൽ ബുദ്ധിമുട്ടുകളോ പാടില്ല. ശാരീരിക ക്ഷമതയുള്ള ആളായിരിക്കണം. സൈക്കിൾ സവാരിയുടെ കാര്യം കൃത്യമായിട്ട് പറയുന്നില്ല. പോൾ ക്ലൈംബിംഗ് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ആണ്. 9 മീറ്റർ നീളമുള്ള പോള് അല്ലെങ്കിൽ പോസ്റ്റ്, ഇലക്ട്രിക് പോസ്റ്റ് 8 മിനിറ്റ് കൊണ്ട് കയറണം എന്നുള്ളതാണ്. ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നിർബന്ധമാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇളവുകൾ ഉണ്ടോ എന്നുള്ള കാര്യം നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമാണ് പറയാൻ കഴിയുക. ഇനി അവസാനത്തെ നോട്ടിഫിക്കേഷൻ വന്നിരുന്നത് 2011 2011 മാർച്ച് 31 ഈ തസ്തികയിലേക്ക് PSC അവസാനമായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത്. അതുപ്രകാരം 14 ജില്ലകളിലായി 10,000-ലധികം പേരെ അന്ന് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 2016 സെപ്റ്റംബർ 3 3 വർഷ കാലാവധി പൂർത്തിയാക്കിയ ലിസ്റ്റിൽ നിന്ന് ഇത് കണ്ടോടാ, 4020 പേരെ എന്ത് ചെയ്തിട്ടുണ്ട്, ജോലിക്ക് എടുത്തിട്ടുണ്ട്. 4020 നിയമനങ്ങൾ എന്ത് ചെയ്തു, അന്ന് നടന്നു. അന്ന് നോക്കിയാൽ തിരുവനന്തപുരം ജില്ലയിൽ ഏതാണ് 450 നിയമനങ്ങളാണ് നടന്നത്. കൊല്ലം 132, പത്തനംതിട്ട 141, ആലപ്പുഴ 276, കോട്ടയം 172, ഇടുക്കി 148, എറണാകുളം 263, തൃശ്ശൂർ 514, പാലക്കാട് 449 അഡ്വൈസുകൾ, മലപ്പുറം 384, കോഴിക്കോട് 463, വയനാട് 91, കണ്ണൂർ 412, കാസർഗോഡ് 125. അതായത് ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടന്നത് കോഴിക്കോട് ജില്ലയിലും പാലക്കാട് ജില്ലയിലും
തിരുവനന്തപുരം ജില്ലയിലുമൊക്കെയാണ് ഏറ്റവും കൂടുതൽ, കണ്ണൂർ ജില്ലയിലുമൊക്കെയാണ് ഏറ്റവും കൂടുതൽ, തൃശ്ശൂർ ജില്ല കണ്ടോ 514, അത്രയും നിയമനങ്ങൾ, 4020 പേർക്ക് നിയമനം കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ വരാൻ പോകുന്ന ഈ 985 വേക്കൻസിയുടെ സ്പ്ലിറ്റ് എങ്ങനെയാണ് മക്കളെ ഞാൻ കാണിച്ചു തരാം. നോക്കിയത് ഇതാണ് 985 വേക്കൻസികളുടെ സ്പ്ലിറ്റ്. 985 വേക്കൻസികൾ നിലവിലുള്ളത് ഏതൊക്കെ ജില്ലകളിലാണ് നോക്കിയേ മക്കളെ, നോക്കിയേ. തിരുവനന്തപുരം ജില്ലയിൽ നിലവിൽ 101 വേക്കൻസി ഉണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ നിലവിൽ 101 വേക്കൻസി ഉണ്ട്. കൊല്ലം ജില്ലയാണെങ്കിൽ അവിടെ 49 വേക്കൻസി ഉണ്ട്. പത്തനംതിട്ട ജില്ല 24 വേക്കൻസിയാണുള്ളത്. ആലപ്പുഴ ജില്ലയിൽ 64 വേക്കൻസി നിലവിലുണ്ട്. കോട്ടയം ജില്ലയിൽ 70 വേക്കൻസി നിലവിലുണ്ട്. ഇടുക്കി ജില്ലയിൽ 96 വേക്കൻസിയാണ് നിലവിലുള്ളത്. എറണാകുളം ജില്ലയിൽ 139 വേക്കൻസികൾ നിലവിലുണ്ട്. തൃശ്ശൂർ ജില്ലയാണെങ്കിൽ 62 വേക്കൻസി. പാലക്കാട് ജില്ലയിൽ 68 വേക്കൻസി ഉണ്ട്. മലപ്പുറം ജില്ലയാണെങ്കിൽ 64 വേക്കൻസികളുണ്ട്. കോഴിക്കോട് ജില്ല 117 വേക്കൻസികളുണ്ട്. വയനാട് ജില്ലയിൽ 26 വേക്കൻസികളുണ്ട്. കണ്ണൂർ ജില്ലയിൽ 73 വേക്കൻസിയും കാസർഗോഡ് ജില്ലയിൽ 32 വേക്കൻസിയും. അങ്ങനെ ആകെ 985 വേക്കൻസിയാണുള്ളത്. ഇനി ഈ വേക്കൻസികൾ 2000-ലധികം വേക്കൻസികൾ ആവാനുള്ള സാധ്യതയുണ്ട് 3 വർഷം കൊണ്ട്. അത്രയും, കാരണം 15 വർഷം കഴിഞ്ഞാണ് വരുന്നത്. സ്വാഭാവികമായും വേക്കൻസികൾ ഇനിയും കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ വേക്കൻസികൾ കൂടാനായിട്ട് പ്രതീക്ഷിക്കാം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഏത് ജില്ലയിലാണ് അപ്ലൈ ചെയ്യേണ്ടത്? മക്കളെ, നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾ ഏത് ജില്ലയിൽ അപ്ലൈ ചെയ്യണം? മക്കളെ, ഈ വേക്കൻസികളൊക്കെ ഇനിയും കൂടും. ഈ വേക്കൻസികളൊക്കെ കൂടും. അപ്പം നിങ്ങളുടെ സ്വന്തം ജില്ല തന്നെ അപ്ലൈ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ ഏത് ജില്ലയിൽ, ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ അപ്ലൈ ചെയ്തു, ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ള ജില്ല നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എറണാകുളം ജില്ലയിൽ അപ്ലൈ ചെയ്യണം. അതായത് കണ്ണൂരുള്ളവർ തന്നെ എറണാകുളത്ത് അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ളവർ തന്നെ എറണാകുളത്ത് പോയി അപ്ലൈ ചെയ്താൽ നിങ്ങൾ അവിടെ ജോലി ചെയ്യേണ്ടി വരും. മ്യൂച്വൽ ട്രാൻസ്ഫർ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ മാറാൻ കഴിയുകയുള്ളൂ. ഇനി പ്രമോഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ സ്വന്തം ജില്ലയിൽ തന്നെ അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് മനസ്സിലാക്കുക. ഇനി ഇതിന്റെ സിലബസ് എന്താണ്? ഇതൊരു ട്രേഡ് മാർക്കുള്ള അല്ലെങ്കിൽ ട്രേഡ് കൂടി വരുന്ന ക്വാളിഫിക്കേഷനുള്ള പോസ്റ്റ് ആയതുകൊണ്ട് ഇതിന് ഇലക്ട്രീഷ്യന്റെ PSC നടത്തുന്ന ഇലക്ട്രീഷ്യൻ സിലബസ് ആണ് ഫോളോ ചെയ്യാൻ സാധ്യത കൂടുതലുള്ളത്. അതായത് ബേസിക് ഇലക്ട്രിസിറ്റി, ഓംസ് ലോ, മാഗ്നറ്റിസം, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആൻഡ് എർത്തിങ്, DC മെഷീന്, AC മോട്ടർ, സിംഗിൾ ആൻഡ് 3 ഫേസ്, ഇൻസ്ട്രുമെന്റ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ്, ദെൻ ഇല്യൂമിനേഷൻ, അതേപോലെ തന്നെ ബേസിക് ഇലക്ട്രോണിക്സ്, ദെൻ പവർ ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഇങ്ങനെ 10 മൊഡ്യൂളുകളിലായിട്ട് 100 മാർക്കിന്റെ പരീക്ഷ നടത്താനാണ് സാധ്യത. ഇനി സിലബസ് PSC ഒഫീഷ്യലായിട്ട് ഇട്ടാൽ മാത്രമേ ഇതിലൊരു മാറ്റം ഉണ്ടാകുമോ എന്ന് പറയാൻ കഴിയുള്ളൂ. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ് തുടക്കം തൊട്ട് അവസാനം വരെ, ഒരു നോട്ടിഫിക്കേഷൻ തൊട്ട് ഇങ്ങോട്ടുള്ള മുഴുവൻ കാര്യങ്ങളും, ജോലി കിട്ടുന്നത് വരെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം വളരെ വ്യക്തമായിട്ട് ഈ പരീക്ഷയെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതേപോലെയുള്ള വീഡിയോസ്, ഇൻഫർമേഷൻസ് ഈ ചാനലിലൂടെ കിട്ടുമൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോടാം. ഇനി KSEB വർക്കർ അല്ലെങ്കിൽ മസ്തൂർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബാച്ച് സൂപ്പർ നോട്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സിലബസ് അനുസരിച്ച് കൃത്യമായിട്ടുള്ള ടോപ്പിക് വൈസ് ക്ലാസ്സുകളും ലൈവ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷനുകളും അതേപോലെ തന്നെ പരമാവധി എക്സാമുകളും മെന്റർഷിപ്പും ഒക്കെ കിട്ടുന്ന ഒരു ബാച്ചാണ് KSEB വർക്കർ അല്ലെങ്കിൽ മസ്തൂർ ബാച്ച് എന്ന് പറയുക. ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് നേരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം നിങ്ങൾ നേരെ ഇതേപോലെ ഒരു പോസ്റ്റർ കാണാൻ പറ്റും, KSEB വർക്കർ മസ്തൂർ ബാച്ച്. ഈ മസ്തൂർ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. 3350 രൂപയാണ് കോഴ്സിന്റെ ഫീസ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടാവും. ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാം. ഇനി അതുമല്ല എങ്കിൽ 8281223366 നമ്പറിലേക്ക് വിളിച്ചാൽ മതി കേട്ടോ. 8281223366 നമ്പറിലേക്ക് വിളിച്ചാൽ മതി. അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങാം മക്കളെ. നേരെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തോ. നമുക്ക് ക്ലാസ്സിൽ കാണാം.